ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കറിച്ചട്ടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ടിഫിൻ ബോക്സ് ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത്. കൂണും ബ്രൊക്കോലിയും ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇത്. അതുപോലെ വളരെ ഹെൽത്തിയുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. സ്കൂളിലേക്കും ഓഫീസിലേക്കും എല്ലാം കൊടുത്തയക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് ബ്രൊക്കോലി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കപ്പ് മഷ്റൂം എടുത്തിട്ടുണ്ട്. സവാള, പകുതി തക്കാളി, പിന്നെ ബ്രൊക്കോലിയുടെ തണ്ടാണത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. അതുപോലെ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ ബ്രൊക്കോലിയുടെ തണ്ട് അരിഞ്ഞു വെച്ചത് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൂണും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 2 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ഇപ്പോൾ ഇത് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കൂണെന്ന്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രൊക്കോലി ചേർത്ത് കൊടുക്കാം. ബ്രൊക്കോലി ഓവർ കുക്ക് ആകരുത്, അത് പെട്ടെന്ന് വേവുന്ന സാധനമാണ്. നമുക്കിതൊരു 1-2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ബ്രൊക്കോലി പെട്ടെന്ന് വേവേ, അത് സൂക്ഷിക്കണം. ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടമാവും. അപ്പോൾ ബ്രൊക്കോലി എല്ലാം കുക്കായിട്ടുണ്ട്. കൂണ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല. ചപ്പാത്തിക്ക് കഴിക്കാനുള്ള പാകത്തിന് പരുവത്തിനുമായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനത് ബൗളിലേക്ക് മാറ്റണം. ടിഫിൻ ബൗളാണ്. ഇതിലാണ് സബ്ജിയും ഇങ്ങനത്തെ ഗ്രേവി എല്ലാം കൊണ്ടുപോകാറ്. നല്ല ചൂടുണ്ട്. ആക്കി ചൂടാറിയതിന് ശേഷം അടച്ചു വെച്ച് അയക്കാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ തലേദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക്. എന്നിട്ട് രാവിലെ എടുത്ത് കൊടുത്തയക്കാം. നല്ല ആവി പറക്കണ മഷ്റൂം ബ്രൊക്കോലി മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇതിപ്പോൾ 2 ദിവസത്തേക്ക് അയക്കാനുണ്ട്. ഞാനിങ്ങനെ 2 പോർഷനാക്കി 2 ബൗളിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോ ദിവസം ഓരോന്ന് അയക്കും. കൂടുതലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.